ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് എൻ്റെ അമ്മേൻ്റെ നാടായ വടകര വരെ ഒന്ന് പോയിട്ട് വന്നാലോ. ഏകദേശം 12:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ വടകര സ്റ്റാൻഡിലെത്തിനെ. നല്ല വിശപ്പ് വന്നുകൊണ്ട് തന്നെ MRI കയറിയിട്ട് നമ്മൾ നല്ലൊരു ബിരിയാണി തട്ടി. അതിനുശേഷം നമ്മൾ പണിക്കോട്ടി, അതായത് വടകര അമ്മേൻ്റെ വീട് പണിക്കോട്ടിയിലാണ്, അവിടത്തേക്ക് വെച്ച് പിടിച്ച് ഫസ്റ്റ് നമ്മൾ പോയത് അമ്മേൻ്റെ തറവാടായ തയ്യയുടെ തറവാടിലേക്കാണ് പോയത്. ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ട് ചായയും പത്തലും പിന്നെ ഏച്ചീൻ്റെ സ്പെഷ്യൽ ചില്ലി ചിക്കനാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണമെല്ലാം കഴിച്ചിരിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മാമൻ എത്തിയിട്ടുണ്ടേ. മാമൻ്റെ സ്നേഹപ്രകടനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതൊക്കെ. എൻ്റെ സെയിം ഏജാണ്, ഞാനും ഇവനും തമ്മിൽ മാസങ്ങളെ വ്യത്യാസമേ ഉള്ളൂ. ഇവർക്ക് 3 മാമന്മാരുണ്ട്. ഇവൻ ഏറ്റവും അവസാനത്തെ മാമനാണ്. വർക്കിംഗ് ഡേ വന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയറും ആദ്യമായിട്ടാണ് എൻ്റെ അമ്മേൻ്റെ തറവാട്ടിലേക്ക് വരുന്നത്. ആള് വലിയ മൈൻഡൊന്നും ആക്കുന്നുണ്ടായില്ലേ. ഞാൻ ഓനടുത്ത് പറഞ്ഞു, ഇനി ടെൻഷൻ അടിക്കണ്ട, ഇത് സ്റ്റാർട്ടിങ് ട്രബിളാണ്, കുറച്ച് കഴിഞ്ഞാൽ ഓൾ എനിക്കൊരു ശല്യമായി മാറും. അപ്പോഴേക്കും നമ്മളെ മിന്നൂട്ടി ഉറങ്ങിനെ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും വീട്ടിൻ്റെ മുറ്റത്ത് നമ്മളെ കാണാൻ വന്നതാണെന്നൊന്നും അറിയില്ല, ഒരു ഗസ്റ്റ്. അങ്ങനെ ഞാൻ ഐശുവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഓൾ ആദ്യമായിട്ടാണ് ഉടുമ്പിനെ കാണുന്നത്. അപ്പോഴേക്കും രണ്ടാളും പോയിട്ട് ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ട് വന്നു. കാരണം ഫ്രണ്ട്സ് ആയല്ലോ. ഇനി ഇവൻ ഐസ്ക്രീമല്ല, ഇനി ഇവൻ്റെ കയ്യിൽ ലോൺ എടുക്കേണ്ട രീതിയിൽ ഓളാക്കി വെക്കും. അങ്ങനെ നമ്മൾ ഐസ്ക്രീമെല്ലാം തിന്നതിന് ശേഷം ഞാൻ നേരെ എൻ്റെ 3ാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോയേ. അപ്പോൾ അവിടെ മാമി മാത്രമേ ഉള്ളൂ. അങ്ങനെ മാമിക്ക് ക്യാമറയിൽ വരാൻ കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ മാമീനെ ഫോക്കസ് ചെയ്തിട്ടില്ലേ. ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇവൻ തന്നെ അവിടെ. അങ്ങനെ ഇവൻ്റെ വീട്ടിൽ നിന്നും ഇപ്പുറത്തുനിന്നും എനിക്ക് കുറച്ച് തേങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയില ഞാൻ എനിക്ക് വേണ്ടതല്ല ഞാൻ എടുക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് അമ്മക്ക് വേണ്ടത് അമ്മയും എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൂത്ത മാമൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഗൈസ്, സർപ്രൈസ്, ഇവിടെ ആരുമില്ല. നമ്മൾ പറയാണ്ട് വന്നുകൊണ്ട് തന്നെ ഏടിയും ആരും ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ നേരെ 2ാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഒരു 10 ജീപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഏതോ സ്കൂള് വിട്ടിട്ട് വരുന്ന കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ജീപ്പ് കണ്ടതുകൊണ്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. അതിനുശേഷം ഇവൻ പറഞ്ഞ് ഇത് ഷൂട്ട് ചെയ്യണം, ഇവിടുന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. അത് എത്രയോ പഴക്കമുള്ള വീടാണ്, എന്തോ വീടല്ലെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് 2ാമത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ ആരുമില്ല. നമ്മൾ ശശി. അങ്ങനെ നമ്മൾ ഇവനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ മൂത്ത മാമൻ്റെ മോളെ കണ്ടത്, അതായത് എൻ്റെ മൂത്ത ഏച്ചി. അങ്ങനെ ഏച്ചി പറഞ്ഞു, വാ വീട്ടിലേക്ക് പോകും, ചായയെല്ലാം കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഇല്ല ചേച്ചി, ലേറ്റായി, ഇനി നമ്മൾ എന്തായാലും ക്രിസ്മസ് വെക്കേഷന് വരും, അന്നേരം നമുക്ക് കാണാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് വേറൊരാൾ സ്കൂൾ വിട്ട് വന്നിനെ. അങ്ങനെ വാവേനെ കാണലാണേ. അങ്ങനെ നമ്മൾ നേരെ കണ്ണൂരേക്ക് പോവാണേ. പിന്നെയാണ് മെയിൻ. ആക്ച്വലി നമ്മൾ തലയിൽ തേങ്ങ വീണേ മാമീനെ കാണാൻ വന്നതാണ്. നോക്കുമ്പോഴത്തേക്കും മാമി അമ്മേൻ്റെ ആപ്പൻ്റെ വീട്ടിലാണ് ഉണ്ടായിന്. അങ്ങനെ ആടുന്ന് മാമീനെ വിളിച്ച് രോഗീനെ നമ്മൾ റോട്ടുമെന്ന് കണ്ടു ഗായ്സ്. അതിനുശേഷം നമ്മൾ നേരെ കണ്ണൂരേക്ക് പോവാണേ. അങ്ങനെ ഹൈവേ നമ്മളെ നല്ല സെറ്റപ്പ് ഹൈവേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്പീഡിലും പോയി. നല്ല രസമുണ്ടായിനെ ആ ഒരു പോക്ക്. പിന്നെ ആ പോകുന്ന പോക്കിൽ നമ്മളെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ ജസ്റ്റ് ഒന്ന് കയറിനെ. പിന്നെ നേരെ നമ്മളെ വീട്ടിലെത്തി കുളിച്ചെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അമ്മ നല്ല പത്തിരിയും ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിനെ. അതും തിന്ന് കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷെയറും ചെയ്യണേ. താങ്ക്